ലഹളയൊതുക്കാൻ പ്രത്യേകം വെള്ളപ്പട്ടാളം എത്തിയിരിക്കുന്നു എന്ന വാർത്ത ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊടുത്തു. തുടർച്ചയായി റെയിലിൽ അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിലെ മൂടിയില്ലാത്ത ബാലസ്റ്റ് വാഗണുകളിൽ തോക്കും കുന്തവും പിടിച്ചു നിൽക്കുന്ന വെള്ളക്കുരങ്ങന്മാരെപ്പോലെയുള്ള പട്ടാളക്കാരെ അത്ഭുതത്തോടും ആശ്വാസത്തോടും കൂടി നോക്കി നിന്നു അതിരാണിപ്പാടത്തെ ആണുങ്ങളും കുട്ടികളും. പെണ്ണുങ്ങൾ പട്ടാളക്കാരെ പേടിച്ച് പുറത്തിറങ്ങിയില്ല. ലഹളക്കാരെ ഭീഷണിപ്പെടുത്താനും നാട്ടുകാരിൽ രക്ഷാബോധം വളർത്താനും വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു ആയുധധാരികളായ വെള്ളപ്പട്ടാളക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വൃഥാസഞ്ചാരം. പുതുതായി ഇറങ്ങിയ വെള്ളക്കാർ വാലുള്ള ജാതിയാണ് എന്നൊരു സംസാരം അതിരാണിപ്പാടത്ത് പ്രചരിച്ചു. ഈ അത്ഭുത വാർത്തയുടെ സൂത്രധാരൻ ആരായിരുന്നു എന്ന് നിശ്ചയമില്ല. മീശ അത് ഏറ്റുപാടി നടന്നു. പലരും അത് വിശ്വസിച്ചു. പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. തമ്മിൽ എന്തോ കുശുകുശു പറഞ്ഞു ചിരിച്ചു. വേലുവിൻ്റെ ഉണ്ണൂലി മാത്രം അഭിപ്രായപ്പെട്ടു. പട്ടിൽ ചായം പിടിപ്പിക്കാനുള്ള പൊള്ള്. അപ്പോൾ ആശാരി നീലാണ്ടൻ ശഠിച്ചു പറഞ്ഞു, അസല് വെള്ളക്കാർക്ക് ആസനത്തിൽ ഒരു വാല് കാണും, ഉളിപ്പിടി പോലെ. പട്ടാളത്തിൽ പോയ അവൻ്റെ അളിയൻ പറഞ്ഞതാണത്രേ. വെള്ളക്കാരൻ്റെ വാല് കാണാൻ ശ്രീധരനും ചാത്തുണ്ണിയും പട്ടാളവണ്ടി വരുന്നതും കാത്ത് റെയിൽവേ പാതക്കരികിലെ കമ്പിവേലിമേൽ കയറി നിന്നു. വണ്ടി പിറകോട്ടടിക്കുകയാണ്. പറങ്കിമാങ്ങ പോലുള്ള മുഖമുള്ള പട്ടാളക്കാർ തോക്കും പിടിച്ച് തലങ്ങും വിലങ്ങുമായി നിന്ന് പാട്ടുപാടുന്നു. ചാത്തുണ്ണി മെല്ലെ ശ്രീധരനെ ഒന്ന് തോണ്ടി. ശ്വാസം അടക്കിപ്പിടിച്ച് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ പൃഷ്ഠം ചൂണ്ടിക്കാട്ടി മന്ത്രിച്ചു, അതാ